വാട്ട് ഈസ് നെക്സ്റ്റ് ഇൻ യുവർ റിലേഷൻഷിപ്പ് എന്നുള്ള കാര്യമാണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. യൂണിവേഴ്സ് ഏറെക്കുറെ ടൈം നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ തന്നിട്ടുണ്ട്. ഓക്കെ, പക്ഷേ അതിൽ പലരും അവിടെ കരഞ്ഞ് ഇരുന്ന ഒരു എനർജി തന്നെയാണ്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളൊരു കാര്യം അപ്പോൾ ഡിവൈൻ കണക്ഷൻ ആണെങ്കിൽ നമ്മൾ ഒരിക്കലും അവിടെ കരഞ്ഞിരിക്കരുത്. കരഞ്ഞുകൊണ്ടിരുന്ന് അല്ലെങ്കിൽ ഓരോ ടെറഡ്രീഡിലും കാണുന്നത് എല്ലാം അവർ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നുണ്ട്, അവർ നിങ്ങളെക്കുറിച്ച് തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇത്തരത്തിൽ പറഞ്ഞിട്ട് അങ്ങനെ ഒരു കാര്യം നമ്മൾ അങ്ങനെ കാര്യമുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ അങ്ങനെയും നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയല്ലാതെ നിങ്ങൾ അതിന് വേണ്ടിയിട്ടൊന്നും ചെയ്യുന്നില്ല. ഡിവൈൻ ഇവിടെ ആഗ്രഹിക്കുന്നത് നിങ്ങൾ അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ളതാണ്, കരഞ്ഞ് പ്രയത്നിക്കുക അല്ല. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഏറെക്കുറെ പേർക്കും ഡിവൈൻ തന്നിട്ടുള്ളൊരു സമയം അവിടെ എൻഡ് ആകുകയാണ്. കുറേ പേർക്ക് ഇത് അവസാനിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട്, എല്ലാവർക്കുമല്ല. ഓക്കെ, ഏറെ കുറച്ച് പേർക്ക് മാത്രമാണ് അത് ഇവിടെ കിട്ടിയിട്ടുള്ളത്. സോ അഗൈൻ നിങ്ങൾക്ക് ടൈം ഉണ്ട്, നിങ്ങളത് വിനിയോഗിക്കുക. ഓക്കെ, ഇനിയും കുറച്ചുകൂടെ ടൈം ഇരിക്കുന്നുണ്ട്. അത് നിങ്ങൾ ഒരു നെക്സ്റ്റ് ഒരു 3 months ഡെത്ത് കാർഡാണ് അത്. എൻഡിങ് ആണ്. എൻഡിങ് എന്ന് പറയുന്നത് ഒരു നിയർ ഫ്യൂച്ചറാണ് കാണിക്കുന്നത്. അതായത് 3 എന്നുള്ളൊരു ഇതാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ ഒരു നിയർ 3 months കൂടെ നിങ്ങൾക്ക് അതിനുള്ളൊരു സമയം ഇവിടെ എന്തോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഒരിക്കലും എന്താ പറയുക, മറ്റുള്ള എല്ലാവരുടെ ടാരറ്റ് റീഡേഴ്സ് ഞാൻ പറയുന്നില്ല ഒരിക്കലും ഇതാണെന്ന്. പക്ഷേ ഒരുപാട് ടാരറ്റ് റീഡിങ്ങിൽ അവർ വരും, തിരികെ വരുന്നുണ്ട്, അവരെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, എല്ലാം മാറി മറിയാൻ പോവുകയാണ്. നിങ്ങളിതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങൾ തന്നെ ഒന്ന് ഉള്ളിരുത്തി വിചാരിക്കുക, നിങ്ങൾക്കതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് സ്വയം അനലൈസ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓക്കെ, സോ അങ്ങനെ കുറേ പേരുടെ റീഡിങ് ഉണ്ട് ഇവിടെ. എല്ലാം ശരിയാവാൻ പോവുകയാണ്. അപ്പം നമ്മളതിൽ വെറുതെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്നും നമ്മൾ ചെയ്യുന്നുണ്ടായിരിക്കില്ല. ഏതൊരു കാര്യവും യൂണിവേഴ്സ് അല്ലെങ്കിൽ ദൈവം നമ്മളിലേക്ക് എത്തിച്ചു തരുന്നത് അതിൻ്റെ ഹാർഡ് വർക്കിങ്ങിലൂടെയാണ്. ചില കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിക്കും, അതിൻ്റെ രുചി നമുക്ക് തരും. ആ രുചി അറിഞ്ഞിട്ട് നമ്മളിൽ നിന്നും മാറ്റിക്കളയും. സോ ആ രുചിക്ക് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വെയിറ്റ് ചെയ്യുക. ആ രുചിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യല്ല, അതിനെ പരിശ്രമിച്ച് എടുക്കണം. ഈവൻ ക്യാഷ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും. അപ്പോൾ കുറച്ച് പേർക്ക്, വളരെ കുറച്ച് പേർക്കാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത്. ഇവിടെ ഒരു എൻഡിങ് നടക്കുന്നുണ്ട്, വളരെയധികം വലിയൊരു സെപ്പറേഷൻ തന്നെ നടക്കുന്നുണ്ട് എന്ന് കാണിക്കുന്നുണ്ട്. ഏറെ കുറച്ച് പേർക്കാണ് കേട്ടോ. ഒരു 10 അല്ലെങ്കിൽ വേണ്ട 7%. ഓക്കെ, 7 എന്നാണ് എനിക്കിവിടെ കിട്ടുന്നത്. കുറച്ച് 7% ആൾക്കാർക്കാണ് അത്തരത്തിലുള്ളൊരു എനർജി കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് ഇനിയും സമയമുണ്ടെങ്കിലും അതിനും ഒരു എൻഡിങ് അവിടെ കാണിക്കുന്നുണ്ട്. ബട്ട് കുറച്ച് പേർക്ക് ഇവിടെ വളരെ നല്ല രീതിയിൽ തന്നെ ആ ഒരു, അതായത് 4 of Cups ആൻഡ് ദ വേൾഡ് കാർഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ആ ഒരു കുറച്ച് പേര് ഇതിന് വേണ്ടിയിട്ട് എന്താ പറയുക, നല്ല രീതിയിൽ പ്രയത്നിച്ചിട്ടുള്ള ആൾക്കാരെ എനിക്കിവിടെ കാണുന്നുണ്ട്. അതായത് ചെയ്ത് വെച്ചുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ, കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ട് അവരവിടെ വെയിറ്റ് ചെയ്യുകയാണ് എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, അവർക്ക് ഡിവൈൻ കൊടുക്കാൻ പോകുന്നത് ഒന്നല്ല, അതിൻ്റെ ഡബിൾ സന്തോഷത്തിലുള്ള കാര്യങ്ങളാണ്. ആ പേഴ്സൺ തിരിച്ചു വരികയും അവർക്ക് മുമ്പ് കിട്ടാതിരുന്നതിൻ്റെ 10 മടങ്ങ് ഇരട്ടി സന്തോഷവും സ്നേഹവുമാണ് ആ ഒരു പേഴ്സൺ അവർക്ക് നൽകാൻ പോകണം. അവരുടെ ജീവിതം തന്നെ മാറി മറിയാനായിട്ട് പോകുന്ന എനർജിയാണ്. കാരണം അവിടെ വെയിറ്റിംഗ് ആണ്, ഡിവൈനായിട്ട് തന്നെ അവിടെ വെയിറ്റ് ചെയ്ത് അവരെ കൊണ്ട് കർമ്മങ്ങൾ ചെയ്യിപ്പിച്ച് അവിടെ അവർക്ക് വേണ്ടിയിട്ടുള്ള കപ്സാണ്. ദ വേൾഡ് കാർഡ് എന്ന് പറഞ്ഞാൽ ഫുൾ ഓഫ് സാറ്റിസ്ഫാക്ഷൻ, ഫുൾഫിൽമെൻറ്റ് എന്നാണ് ഇവിടെ വരുന്നത്. ഓക്കെ, എന്താണോ നിങ്ങൾ ചെയ്തിട്ടുള്ള കർമാസ് ചെയ്തിട്ടുള്ളവരുടെ അവർക്കെല്ലാം കിട്ടുന്നത് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ, സന്തോഷം, അതൊക്കെയാണ് വരാൻ പോകുന്നത് നിയർ ഫ്യൂച്ചറിലേക്ക് തന്നെ. ഓക്കെ, അവർ നന്നായിട്ട് തന്നെ ഒന്നും ഞാൻ ഒരു ചെയ്യേണ്ട ആവശ്യമില്ല, ആ ഒരു വിഷ്വലൈസേഷൻ പ്രോസസ്സ് കൊടുത്തിട്ട് കാത്തിരിക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, അവർക്കായിട്ട് യൂണിവേഴ്സ് അവിടെ തയ്യാറെടുത്ത് വെച്ചിട്ടുള്ളത് അവിടെ വെയിറ്റിംഗ് ആണ്. 2 പേരും അവിടെ വെയിറ്റിംഗ് ആണ്. ഇത്രയും നാളും നിങ്ങളുടെ പേഴ്സൺ അവിടെ മറിഞ്ഞ്, അല്ലെങ്കിൽ നിങ്ങൾ എത്രയൊക്കെ ശ്രമിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾ പിടിച്ചു വലിക്കുന്നുണ്ട് നിങ്ങളിലേക്ക് പലതരത്തിലും. പക്ഷെ അവർ നിങ്ങളെ തിരിഞ്ഞു പോലും നോക്കുന്നുണ്ടായിരിക്കില്ല. പക്ഷെ അവരും അവിടെ വെയിറ്റിംഗ് ആണ്. നിങ്ങളുടെ സോളും അവിടെ ഒരു വെയിറ്റിംഗ് ആണ്. എന്തിന്? ആ ഒരു കൂടിച്ചേരലിന് വേണ്ടിയിട്ട്, ആ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റിംഗ് എനർജിയാണ് കാണിക്കുന്നത്.
ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് എത്രയൊക്കെ എന്താ പറയുക ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ ലൈഫിൽ, ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ അവർ വന്ന് തല്ലി പിടിച്ചു എന്നല്ല, അവരുടെ സ്വഭാവം കൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ വന്നിട്ടുണ്ടായിരിക്കും. അതായത് നിങ്ങൾക്ക് ഒരു കാലത്ത് എല്ലാം തന്നിട്ട് പിന്നീട് നിങ്ങൾ അവരിൽ നിന്നും അവഗണനയായിരിക്കും ഏറ്റവും കൂടുതൽ ഏറ്റുവാങ്ങിയിട്ടുണ്ടായിരിക്കുക. സോ ആ ഒരു അവഗണനയിൽ നിങ്ങൾ നീറിയില്ലാതായിട്ടുണ്ടായിരിക്കും. ഓക്കെ, ഇപ്പോഴും ആ ഒരു നീറ്റലിൽ തന്നെയാണ് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ഇവർ തിരികെ വന്ന് ദ 6 ഓഫ് സോർഡ്സ് എന്നുള്ളൊരു കാർഡ്സ് കണ്ടില്ല, തിരികെ വന്ന് ആ ഒരു വേദനയിൽ നിന്നും നിങ്ങളെ തിരിച്ചൊരു സന്തോഷത്തിലേക്ക് കൊണ്ടുപോവുകയാണ് എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ഓക്കെ, അത് വലിയൊരു കാര്യമാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ 2 ഓഫ് വാൺസ്, 6 ഓഫ് സോർഡ്സ് ആൻഡ് ദ വേൾഡ് കാർഡ്, ഇതൊക്കെയാണ് നമുക്കിവിടെ നല്ലതായിട്ട് കിട്ടിയത്. 7 ഓഫ് പെൻറ്റക്കിൾസ്, അതായത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വ്യക്തി പലതും എന്താ പറയുക, നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത രീതിയിലുള്ളൊരു സ്നേഹവും അടുപ്പമായിരിക്കും ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തരാൻ പോകുന്നത്. ഓക്കെ, ഞാനിവിടെ പറയുന്നത് ആരാണോ ആ ഒരു ഡിവൈൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്ത് കാര്യങ്ങൾ പ്രയത്നിച്ചിട്ടുള്ളത് അവർക്കാണ് ഇതിൻ്റെ ഹാർവെസ്റ്റ്. ബാക്കി കിട്ടാൻ പോകുന്ന എനർജി കണ്ടില്ലേ, ചില വ്യക്തികൾക്ക് അവർ തിരികെ വരുന്നുണ്ട്, പക്ഷേ അത് അവരുടെ ഒരു സന്തോഷമായിട്ടുള്ളൊരു റിസൾട്ട് അല്ല കാണിക്കുന്നത്. കുറച്ച് പേർക്ക് അതൊരു ഭയങ്കരമായിട്ട് എഗെയിൻ വരും, എന്താ പറയുക, മിണ്ടും സംസാരിക്കും, എഗെയിൻ അവരവരെ വഴിക്ക് പോകുന്ന ഒരു എനർജി. ഇതൊരു ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ കുറച്ച് പേർക്ക് ഇവിടെ കാണിക്കുന്നുണ്ട്. വരുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, ആ സംസാരിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് അവർ, അപ്പോൾ നിങ്ങൾ വിചാരിക്കും മാറി, പക്ഷെ പിറ്റേ ദിവസം വീണ്ടും അവരെ വഴിക്ക് പോയിട്ടുണ്ടായിരിക്കും. പിന്നെ നിങ്ങൾ വീണ്ടും ഒരു വെയിറ്റിംഗ് എനർജീസിൽ തന്നെ നിൽക്കുന്നു, എഗെയിൻ ആ ഒരു പെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് തന്നെ പോകുന്നു. അതൊരു എന്താ പറയുക, ഇങ്ങനെ എൻഡിങ് ഇല്ലാത്ത ഒരു രീതിയിൽ തന്നെ ഇങ്ങനെ ഓൺ ആൻഡ് ഓഫ് കണക്ഷനിൽ ഭയങ്കരമായിട്ട് ചുറ്റിത്തിരിഞ്ഞ് നടക്കുന്ന ഒരവസ്ഥ. ഒരു സർക്കിൾ സ്റ്റാർട്ട് ചെയ്ത് അതിൻ്റെ എൻഡിങ്ങിൽ എത്തുന്നത് സെയിം സിറ്റുവേഷനിലേക്ക് തന്നെ എന്നുള്ളൊരു രീതിയിലേക്കാണ് കുറച്ച് പേർക്കുള്ളൊരു എനർജി ഇവിടെ കാണിക്കുന്നത്. എഗെയിൻ ആ ഒരു ഓൺ ആൻഡ് ഓഫ് കണക്ഷൻ എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ തന്നെയാണ്. പിന്നെ പോയി കഴിഞ്ഞാൽ അവരെക്കുറിച്ചൊരു വിവരം ഉണ്ടായിരിക്കില്ല, വിളിച്ചാൽ ഫോൺ എടുക്കില്ല, തിരിച്ചൊരു റിപ്ലൈ ഇല്ല. അഥവാ റിപ്ലൈ കിട്ടണമെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ടൊക്കെ ആയിരിക്കും നിങ്ങൾക്കൊരു റിപ്ലൈ അവരിൽ നിന്നും കിട്ടുന്നുണ്ടായിരിക്കുക. ഭയങ്കരമായിട്ട് നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത ഒരവസ്ഥ. ചില പെരുമാറ്റങ്ങൾ നിങ്ങളെ ശരിക്കും പറഞ്ഞ ഒരു വാളുകൊണ്ട് കുത്തിയിറക്കുന്ന പോലെയാണ്. ഈശ്വര, ഇതിൽ നിന്നും ഇതുവായതും ചാവുന്നതായിരുന്നു, എന്തിനാണ് ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ ലൈഫിലേക്ക് കൊണ്ടെത്തിച്ചത്, അനുഭവിച്ചു മതിയായി എന്നുള്ള രീതിയിലേക്കൊക്കെയാണ് കുറേ പേരുടെ ഒരു എനർജി കിട്ടുന്നത്. എന്നാൽ പോലും ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ അവരിൽ നിന്നും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും എന്തെങ്കിലും ഒരു ദിവസം അവരെ പണ്ട് തന്നിരുന്ന, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സന്തോഷം വളരെ കുറച്ച് കിട്ടിയിട്ടുണ്ടായിരിക്കുള്ളൂ അവരിൽ നിന്നും, പക്ഷെ ആ ഒരു സന്തോഷമാണ് നിങ്ങൾ അഗെയിൻ ആ ഒരു പേഴ്സണിൽ നിന്നും ആഗ്രഹിക്കുന്നത്. അത്തരത്തിലുള്ളൊരു തിരിച്ചുവരവാണ് നിങ്ങൾ ആ ഒരു പേഴ്സണിൽ നിന്നും ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നത്.